പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. ചാക്കോയും മേരിയും എന്ന പരമ്പരയിൽ നീലാംബരിയെ ഞെട്ടിച്ച സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മേരി ബീറുകുപ്പി ഉപയോഗിച്ചുകൊണ്ട് കുത്തിയ മുതലാളിയുടെ ആളുകൾ മേരിയെയും കൂട്ടരെയും ഉപദ്രവിക്കുന്നതിനായി അവർ പാട്ടുപാടുന്ന സ്ഥലത്തേക്ക് വരികയും മേരിയെ ബലം പ്രയോഗിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അവരെ തടയുന്നതിനായി ആർക്കും കഴിയുന്നില്ല. എന്നാൽ അപ്രതീക്ഷിതമായി അവരുടെ വണ്ടി തടയുന്ന കസ്തൂരിയും കൂട്ടരും മേരിക്കും മറ്റുള്ളവർക്കും ചോദിക്കാൻ ആളില്ല എന്ന് കരുതരുത് എന്ന് വ്യക്തമാക്കുകയും മേരിയെ വിടുന്നതാണ് നല്ലത് എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഒടുവിൽ തോക്കു ചൂണ്ടിയുള്ള ഭീഷണിക്ക് മുന്നിൽ അവർ പതറിപ്പോവുകയും മേരിയെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് കസ്തൂരി തന്റെ കയ്യിൽ ഒരു പുതിയ ചെറുക്കൻ വന്നു പെട്ടിട്ടുണ്ട് എന്നും അവൻ പാടുമ്പോൾ ഡാൻസ് ചെയ്യുന്നതിനായി മേരിയെ ആവശ്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കസ്തൂരി അതുകൊണ്ട് തന്നെ ഇനി വിളിപ്പിക്കുമ്പോൾ മേരിയെ വിട്ടേക്കണം എന്ന് പറഞ്ഞ അവിടെ നിന്ന് പോകുന്നു. അപ്രതീക്ഷിതമായി ഈ വാർത്ത കേൾക്കുന്നത് വേലുച്ചാമിയെ ഞെട്ടിക്കുന്നുവെങ്കിലും ഈ വാർത്ത സന്തോഷമുള്ളതാക്കുന്നു. മേരിക്ക് താൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ ചാക്കോയുടെ കൂടെയാണ് താൻ പോകാൻ പോകുന്നത് എന്ന് അറിയുന്നത് മേരിയെ സന്തോഷിപ്പിച്ചതിനെ തുടർന്ന് ഈ കാര്യം തന്റെ കൂട്ടുകാരിയോട് പറയാൻ മേരി തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം എൽസയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് സേവ്യർ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും തനിക്ക് യാതൊരു സ്വത്തുക്കളും വേണ്ട എന്ന് വ്യക്തമാക്കുന്ന എൽസ ഇനി സ്വത്തുക്കളെല്ലാം നന്നായി കൈകാര്യം ചെയ്ത് സേവ്യർ ജീവിക്കുന്നത് കാണിച്ചു തരണം എന്നുള്ള കാര്യം പറയുകയും ഇത് തന്റെ ചലഞ്ചായി ഏറ്റെടുക്കണം എന്ന് വെല്ലുവിളിച്ച് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ കാര്യം സേവ്യറിന് തിരിച്ചടിയായതിനെ തുടർന്ന് സേവ്യർ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു. ഇതേ തുടർന്ന് ചാക്കോ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നത് അപ്രതീക്ഷിതമായി സേതുപതി കാണാൻ ഇടയാവുകയും ചാക്കോയെ തല്ലുന്ന സേതുപതി തന്റെ അനുവാദമില്ലാതെ ഈ മുറിയിൽ നിന്ന് എന്തിനാണ് പുറത്തിറങ്ങിയത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്ന ചാക്കോ അവിടെ നിന്ന് റൂമിലേക്ക് വീണ്ടും കയറിപ്പോവുകയും തന്റെ ജീവിതത്തിൽ ഇനിയൊരു പ്രകാശം ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവാണ് കഥയിൽ ഉണ്ടായിരിക്കുന്നത്. നീലാംബരിയെ ചെന്ന് കാണുന്ന വക്കീൽ സാന്ദ്ര IPS ഉടൻ തന്നെ ചാർജ് എടുക്കും എന്നുള്ള കാര്യം പറയുകയും പല പ്രസിദ്ധമായ കേസും അവർ തെളിയിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നും അതുകൊണ്ട് തന്നെ ചാക്കോയെ കണ്ടെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നും സാന്ദ്രയെ കാര്യങ്ങൾ രാജലക്ഷ്മി വിശദമായി പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം തന്നെയാണ് ഉണ്ടാവുക എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ചാർജ് എടുത്ത സാന്ദ്ര IPS ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായി വക്കീലിന്റെ അവിടേക്ക് വരികയും അവിടെ വെച്ച് നീലാംബരിയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. നീലാംബരി താനും ചാക്കോയും പ്രണയത്തിലാണ് എന്നുള്ള കാര്യം തുറന്നു സമ്മതിക്കുന്നു. ഇതേ തുടർന്ന് തന്റെ സംശയം അവന്റെ സഹോദരനായ സേവ്യറിനെയും സണ്ണിയെയും കുറിച്ചാണ് എന്ന് വ്യക്തമാക്കിയതോടെ സാന്ദ്രയുടെ അന്വേഷണം അവരിലേക്ക് തിരിയുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.